കലിംഗരാജ്യത്ത് മരണമെത്ര? ലക്ഷത്തിലേറെ. അവിടെ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമല്ലാതെ മറ്റാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നാം യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറയുക? നാം എങ്ങനെയാണ് സന്തോഷ ലഹരിയിൽ ആറാടുക? എന്തിനാണ് മറ്റൊരു രാജ്യത്തെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്നത്? രാജ്യത്തിന്റെ വൃത്തി കൂട്ടൻ. നാം ചിന്തിച്ചത് അങ്ങനെയല്ല സേനാധിപൻ. സമ്പൽ സമൃദ്ധമായ മൗര്യ സാമ്രാജ്യത്തോട് കലിംഗയെ കൂട്ടിച്ചേർത്താൽ അവർക്ക് ക്ഷേമം ഉറപ്പാക്കാമല്ലോ എന്ന് നമുക്ക് തെറ്റുപറ്റി. എത്ര മനുഷ്യ ജീവനുകളാ തലയേറ്റു വീണത്? എന്താണ് അവർ ചെയ്ത തെറ്റ്? രാജാവ് മരണത്തിൽ പശ്ചാത്തപിക്കാൻ പാടില്ലെന്നാണ്. രാജാവിന്റെ മനസ്സ് സ്വന്തം ഉടവാള് പോലെ ഇരുമ്പിൽ നിർമ്മിച്ചതാകണം അല്ലേ? ചോരയും മണ്ണും മനുഷ്യമാംസവും കൂടിക്കൊടയുന്ന രണഭൂമി. ഓ, നാം എങ്ങനെയാ മറക്കുക? സേനാധിപൻ ആരാണ് വൃദ്ധ? കലിംഗരാജ്യത്ത് നിന്ന് വന്നൊരു വൃദ്ധ അങ്ങേ മുഖം കാണിക്കാൻ കാത്തു. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുമായാകാം ആ വൃദ്ധയുടെ വരം. സന്ദർശന അനുവദിക്കൽ. പരാജയം ഏറ്റുവാങ്ങിയ ജനതയ്ക്ക് ആപരാധികളെ ഉണ്ടാകൂ. അതൊക്കെ ഒരു യുദ്ധത്തിന്റെ അനന്തര ഫലമാണ്. ഇപ്പോൾ കലിംഗരാജ്യം ആരുടേതാണ്? അപ്പോൾ നാമാണ് അവരുടെ രാജാവ്. അവരുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വരാൻ പറയണം. പ്രണാമം. എന്തും നമ്മോട് ഉണർത്തുക. ശകാരവർഷം നമുക്ക് പരിചയമില്ല, അതും നാം പ്രതീക്ഷിക്കും. കലിംഗയുടെ ചരിത്രം മഹാരാജൻ അറിവുള്ളതാണ്. കലിംഗരാജന്റെ ഭരണം മോശവുമായിരുന്നു. അതുമൂലം ഞങ്ങൾ ദരിദ്രരുമായിരുന്നു. പക്ഷേ ഞങ്ങൾ സകുടുംബം സമാധാനത്തോടു കൂടി ജീവിച്ചു വരികയായിരുന്നു. സമാധാനത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു ജനതയെ ആക്രമിച്ച് വംശനാശം വരുത്താൻ എന്ത് അധർമ്മമാണ് ഞങ്ങൾ ചെയ്തത് മഹാരാജൻ? നാം പ്രതീക്ഷിച്ചത് തന്നെ. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ. ചെയ്തു പോയ അധർമ്മത്തെ തിരിച്ചെടുക്കാൻ ആരായാലും സാധ്യമല്ലല്ലോ. അതിപ്പോൾ കലിംഗയുടെ കൂടി രാജാവാണ്. എന്താണ് ആവലാതി? എനിക്ക് 6 ആൺമക്കളായിരുന്നു. 6 പേരെയും അങ്ങയുടെ സൈന്യം വധിച്ചു. എന്റെ ഭർത്താവിന്റെ 2 കാലുകളും വെട്ടിമാറ്റി. ഇന്ന് അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം അവസാനമായി ഉരുവിട്ടത് അശോകൻ പുഴു കയറി ചാവണേ. എന്റെ മക്കളുടെ ശവം അനാഥമായി കിടക്കുന്നു. ശവദാഹത്തിന് സഹായിക്കണം. വേണ്ടത് ചെയ്യാം. കലിംഗയിൽ കുടിവെള്ളമില്ല. ദയാനദിയിലൂടെ ഒഴുകുന്നത് മനുഷ്യരക്തമാണ്. എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമുള്ള ഒരു പുരുഷൻ പോലും നാട്ടിലില്ല. ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് മഹാരാജൻ? നമുക്കതിന് ഉത്തരമില്ല. ഞാനും വിധവകളായ 6 മരുമക്കളും 16 ചെറുമക്കളും ബാക്കി. കലിംഗയിൽ ബാക്കിയായത് ജീവനുള്ള കുറെ ശവങ്ങൾ. അവരെ കൂടെ കൊന്ന് ജയഭേരി മുഴക്കാം. ചരിത്രരേഖകളിൽ തെളിഞ്ഞു നിൽക്കാം. പോന്നോളിൻ മഹാരാജൻ. ഞങ്ങളുടെ ചോര കുടിച്ചോ. എന്നെ പോലെ ആയിരങ്ങളുടെ ശാപം, 10,000-കണക്കിന് വിധവകളുടെ ശാപം, പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശാപം. നശിച്ചു പോകും മഹാരാജൻ.
ജനലക്ഷങ്ങൾ ആർത്തു തിമിർക്കുമ്പോൾ അങ്ങെന്താണ് വ്യാകുലനായി കാണപ്പെടുന്നത്? അങ്ങയുടെ ദുഃഖഹേതു എന്തെന്നറിയാൻ അങ്ങയുടെ പത്നിക്ക് ആഗ്രഹമുണ്ട്. ഒരു യുദ്ധം സമ്പാദിക്കുന്നത് ലക്ഷക്കണക്കിന് പേരുടെ മരണമാണ്. ഭിക്ഷുക്കളും പിഞ്ചു കുഞ്ഞുങ്ങളും വരെ കൊല ചെയ്യപ്പെടുന്നു. എത്ര ജന്മങ്ങളുടെ ശാപം! പ്രഭു, കലിംഗ ജനത എന്താണ് അവർ ചെയ്ത തെറ്റ്? ഏത് ഗംഗയിൽ സ്നാനം ചെയ്താൽ ആ പാപമോചനം ലഭിക്കുക? ഏത് ക്ഷേത്രത്തിൽ ഭജന വരുന്നാൽ ആ മോക്ഷം കിട്ടുക? പ്രിയേ, ഏകാന്തമായ അല്പനിമിഷം നാം കാണിക്കും. പ്രഭുവിന്റെ ആഗ്രഹം പോലെ. കാട്ടുനീരിക്കു പോലും നിരക്കാത്ത വേട്ട നിർത്തുമോ ഉഗ്രപ്രജാപതി? കാട്ടുനീരിക്കു പോലും നിരക്കാത്ത വേട്ട നിർത്തുമോ ഉഗ്രപ്രജാപതി? വെട്ടി നേടുവാനുള്ളൊരു പാച്ചിലിൽ കെട്ടുപോയി പ്രാണനാളങ്ങളൊത്തിരി. യുദ്ധമെന്തെന്നു കേൾക്കാത്ത നാടിനെ യുദ്ധഭൂമിയായി കൊള്ളിച്ചതെന്തിനായി? സിംഹമെന്നുള്ള ക്രൂരപ്രതാപിയും ഹിംസ ചെയ്യുന്നതന്നത്തിനല്ലയോ? യുക്തി കൊണ്ടെത്ര ന്യായീകരിക്കിലും മുക്തിമാർഗത്തിനീശ്വരൻ കൂടുമോ? ബാണങ്ങളേൽക്കുന്ന മർത്യന്റെ ആർത്തനാദങ്ങൾ നേർക്കുന്ന കേട്ടുവോ? വയ്യ യുദ്ധങ്ങളോടുമേ വയ്യെന്ന് വൈമനസ്സുള്ള നിൻ ബുദ്ധി ചൊല്ലിയോ? ചീറിയോടുന്ന തേരൊന്നു നിർത്തിയോ? നേരി നോവിന്റെ പല്ലക്കിലേറിയോ? മാഷിന്റെ പ്രവചനങ്ങൾ ശരിയായിപ്പോ. സർവീസ് സംഘം 1000-ലേറെ പോലീസിന്റെ അകമ്പടിയുമായി നടത്തിയത്. വളരെ സമാധാനത്തോടു കൂടി ഒരായുധവുമില്ലാതെ മുദ്രാവാക്യം പിടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. വളരെ പെട്ടെന്നാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ പോലീസ് ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചത്. അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ആരോ കൈബോംബ് എറിഞ്ഞു. 6-7 പേർ കൊല്ലപ്പെട്ടു. നീ പറഞ്ഞത് സത്യമാണ്? അതേ പക്ഷേ മരണപ്പെട്ടവർ 4 പേർ നമ്മുടെ ആൾക്കാർ, ബാക്കി സമ്മേറ്റി മങ്ങൾ, ഒരു പോലീസുകാരൻ. ഉപത്തിയേട് ഗ്രൂപ്പിന്റെ 100 വാളണ്ടിയേഴ്സ് സമരത്തിൽ നമ്മെ സഹായിക്കാനുണ്ടായിരുന്നു. അവരിൽ ആരും ആരാണ് സാധ്യത? പോലീസ്, 10 ബറ്റാലിയൻ പോലീസ്. 1000 പോലീസിന്റെ അകമ്പടിയോടെ നിരായുധരായ ഒരു ജനതയുടെ മേൽ ആക്രമണത്തിന് തയ്യാറെടുക്കുക. പണ്ട് അശോകനും ചെയ്ത ഇതാണ്. 12 അക്ഷോകണിപ്പടമായി കലിംഗ രാജ്യത്തെ ആക്രമിച്ചതുപോലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവനല്ല രാജാവ്. പക്ഷേ അശോകൻ പശ്ചാത്തപിച്ചു. ഇനി യുദ്ധം ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചു. ആ അശോകൻ ജീവിച്ച മണ്ണായത്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ രാജുവ. പക്ഷേ എന്റെ മോൻ സമരം ജയിക്കാൻ പോയി. എന്റെ മോന്റെ മോൻ സമരം ജയിക്കാൻ പോയി. പക്ഷേ കരുണയില്ലാത്ത ദൈവങ്ങളെ, എന്തിനാ നിങ്ങൾ എന്റെ മുന്നിനെ കൊണ്ടുപോയത്? എന്നെ കൊണ്ടുപോയാ പോരായിരുന്നോ നിങ്ങൾക്ക്? എന്താ സമരഭൂമിന്റെ മുന്നിൽ മരം കൊണ്ടുവന്നതാ. സമരം ജയിച്ചെന്റെ മുന്നിൽ മക്കളെ കൊണ്ടുവന്നതാ. പോയി, നിന്റെ രാജു പോയി മോളെ. എന്നെ വിളിക്കണ രാജു പോവില്ല.